ഈ അപശകുനത്തെ കാണാതെ പോണെന്നാ വിചാരിച്ചത്. ഈ ദുർമുഖം കണ്ടോണ്ടിറങ്ങിയ അന്നത്തെ കാര്യങ്ങളൊക്കെ നശിച്ചത് തന്നെ. ആരെ കാണരുതെന്ന് കരുതിയോ അവള് തന്നെ മുന്നില്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ സമയം അങ്ങനെയാ. ഈ നശിച്ച വീട്ടില് ഇവരോടൊപ്പം എല്ലാം ഉപേക്ഷിച്ച് കയറി വന്ന് അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. ഇപ്പൊ ഇങ്ങനെ ഹരിതേ, വാക്കുകൾ കുറച്ചുകൂടി സൂക്ഷിച്ചുപയോഗിച്ചാൽ കൊള്ളാം. നാവിന് നീളമുണ്ടെന്ന് കരുതി എന്റെ മോളെ ഇങ്ങനെ താരടിക്കരുത്. നീ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? പിന്നെ ഞാൻ എന്താ വേണ്ടേ? എന്റെ കുഞ്ഞിനെ കൊന്നവളെ തലയിൽ കയറ്റി വെച്ച് എഴുന്നള്ളിക്കണോ? വേണ്ട, എന്നെ ചൊല്ലി ആരും തമ്മിലടിക്കണ്ട. ആരുടെയും കണ്ണിപ്പെടാതെ ആർക്കും അപശകുനാകാതെ ഒതുങ്ങി ജീവിച്ചോളാം. ഇങ്ങനെ ജോലിക്ക് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ശകുനം പിഴച്ച വശം കെടുന്നത് തന്നെ മെച്ചമെന്ന് അച്ഛമ്മ പറയുന്നത്. എന്നാലും ഈ നരകത്തിൽ നിന്ന് മാറിയ കുറച്ച് ശുദ്ധമായി കിട്ടുമല്ലോ. വാ പോവാം. അമ്മ, വന്ദന നിരപരാധിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാ തനിക്ക് പറ്റിയ ദുരന്തം ഓർത്ത് വല്ലാതെ മനസ്സ് കലങ്ങിയിരിക്കുന്നവളാ ഹരിത. അവളിങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ദേഷ്യം അടക്കുന്നത് തെറ്റാണെന്ന് പറയാൻ കഴിയോ? ഹരിതയുടെ അവസ്ഥയൊക്കെ ഞാനും മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത വന്ദനെ ഇങ്ങനെയൊക്കെ പറയുമ്പോ പെറ്റ തള്ളയ്ക്ക് കേട്ടോണ്ട് നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനും എന്തൊക്കെയോ പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്താ മോളെ ഒരു ചിന്ത? ചിന്തിക്കാനാണോ കാര്യമില്ലാത്തത്? ഹരിതയുടെ കുത്തുവാക്കുകൾ അത് കേട്ട് തളർന്നു വാടുന്ന പാവം വന്ദനം. ഇവരെയൊക്കെ താങ്ങി നിർത്താനുള്ള അമ്മയുടെ ബദ്ധപ്പാട്. ഇങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ വീട്ടിലെ നിത്യസംഭവങ്ങളല്ലേ? അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ എന്നെപ്പോലെ തന്നെ നീയും പഠിച്ചു കഴിഞ്ഞു കാണുമല്ലോ. ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം മതിയോ അമ്മ? ഈ അവസ്ഥയ്ക്ക് ഒരു അയവ് വരാൻ എന്തെങ്കിലും ഒരു പരിഹാരമാർഗം നോക്കണ്ടേ? ഇളയ മരുമകൾ ഹരിത ഇപ്പോ അമ്മയുടെ ശത്രുസ്ഥാനത്താ. ആ സ്ഥിതിക്ക് മൂത്ത മരുമകളായ ഞാനെങ്കിലും അമ്മയ്ക്കൊരു ആശ്വാസമായിട്ട് നിൽക്കണ്ടേ? നിനക്കെന്തോ പറയാനുണ്ടല്ലോ. ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ചൊരു സ്വാമിയെ കണ്ടു. ആ, മഹാ അത്ഭുത സിദ്ധിയുള്ള ഒരു ദിവ്യനാണത്ര. ആ സ്വാമിയെ ഇവിടെ ക്ഷണിച്ചു വരുത്തണമെന്നാ എന്റെ അഭിപ്രായം. ജ്ഞാനദൃഷ്ടി കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തിരിച്ചറിയുന്നവനാ സ്വാമി. പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങളും നിർദ്ദേശിക്കും. ആ വഴിക്കൊന്ന് ചിന്തിച്ചൂടെ അമ്മേ? അത്രയ്ക്ക് ദിവ്യനാണ് സ്വാമിയെങ്കിൽ വന്ദനയുടെ കഴുത്തിലുള്ള താലിയെക്കുറിച്ച് മനസ്സിലാക്കില്ലേ? അക്കാര്യം പരസ്യപ്പെട്ട അത് വലിയ പ്രശ്നമാവില്ലേ?
ഞാൻ ചോദിച്ചതിന് അമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ല, അത് പിന്നെ സ്വാമിയെ വരുത്തേണ്ട കാര്യമൊന്നുമില്ല. സ്വാമിയെക്കുറിച്ച് കേട്ടുകേൾവി മാത്രല്ലേ ഉള്ളൂ. അതും ശരിയായിരിക്കണമെന്നില്ലല്ലോ. വെറുതെ പൊല്ലാപ്പിന് വല്ലതും പോണോ മോളെ? അമ്മേ, സ്വാമിമാരെല്ലാം ദിവ്യന്മാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കള്ളന്മാരും ഉണ്ട്. ഞാൻ കേട്ടിട്ടുള്ളൊരു ചരിത്രം പറയാം. കേൾക്കാൻ താല്പര്യമുണ്ടോ അമ്മയ്ക്ക്? പറ പറ മോള് പറയേ, കേക്കട്ടെ. ചിലര് ലോകം കീഴടക്കുമാറ് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കും. ചിലർ അക്രമം കാണിക്കും. മറ്റു ചിലര് മൗനവ്രതം പൂണ്ട് കമാന്നൊരക്ഷരം മിണ്ടാതിരിക്കും. അറിയേണ്ട കാര്യങ്ങളൊക്കെ കാര്യകാരണസഹിതം പറഞ്ഞ് മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നയാളാ. അങ്ങനെയാണെങ്കിൽ സ്വാമി ഇവിടെ വരുത്തുന്നത് നന്നായിരിക്കും അല്ലേ? ഈ ഗ്രഹപ്പിഴ പിടിച്ച സമയത്ത് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള സ്വാമിമാരുടെ അനുഗ്രഹം. എന്നാ പിന്നെ സ്വാമി ഇങ്ങോട്ട് വരുത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യട്ടെ അമ്മേ. ആ, മുങ്ങിച്ചാകാൻ പോകുന്നവന് വൈക്കോൽ തുരുമ്പും പിടിവള്ളിയാണല്ലോ. സ്വാമിയുടെ വരവ് മൂലം എല്ലാം ശുഭകരമാവുമെങ്കിൽ ഞാനായിട്ട് അതിന് തടസ്സം നിൽക്കുന്നില്ല. സ്വാമി വരട്ടെ. ഹലോ സുജിതേട്ടത്തി, എന്താ പതിവില്ലാത്തൊരു ഫോൺ കോൾ? എന്തെങ്കിലും തക്കതായ കാര്യമുണ്ടെങ്കിലല്ലേ ഞാൻ വിളിക്കേണ്ടതുള്ളൂ. നിനക്ക് സുഖാണോ വർഷേ? സുഖായിട്ടത്തി. ആ, വിളിച്ച വിശേഷം പറയാം. നമ്മുടെ വീട്ടിലേക്ക് ഇന്നൊരു സ്വാമി വരുന്നുണ്ട്. വലിയ സിദ്ധിയുള്ള ആളാണെന്ന് കേട്ടത്. ഭൂതവും ഭാവിയും തുടങ്ങി നമുക്കറിയേണ്ട കാര്യങ്ങളൊക്കെ സ്വാമി പറയത്രേ. പറയുന്നതൊക്കെ അച്ചട്ട. നീ വിക്രമനെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങ് വാ. ഇവിടെ തിരക്കോട് തിരക്കായിട്ടത്തി. എന്നാലും ഏട്ടത്തി ഒരു കാര്യം പറഞ്ഞതല്ലേ, അനുസരിച്ചില്ലെങ്കിൽ പണത്തിന്റെ ഹുങ്കാണെന്ന് വിചാരിച്ചാലോ? ഓടി അവിടുന്ന്. എന്നാ പോട്ടെ. എവിടേക്ക്? അല്ല, ചേച്ചിയല്ലേ പറഞ്ഞത് പോവാൻ? ഈ പെണ്ണിന്റെ ഒരു കാര്യം. അല്ല, ഈ അതിമനുഷ്യനായ ദിവനെ എവിടുന്ന് പൊക്കിയെടുത്തു? ഓടി കുരുത്തക്കേട് പറയാതെ. വലിയ ദിവ്യന അദ്ദേഹം. പ്രവചിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണത്രേ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നേരിട്ട്. നീ വേഗം വരാൻ നോക്ക്. ഞാൻ ഏട്ടനെ കൂട്ടി ഉടനെ വന്നേക്കാം. എന്നാ വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയാം. ഓക്കെ ഏട്ടത്തി. ആരായിരുന്നു ഫോണില്? സുജിതേട്ടത്തിയായിരുന്നു. അല്ല, എന്തായിരുന്നു വിശേഷം? ഇന്ന് നമുക്ക് വീട്ടിലേക്കൊന്ന് പോണം. വീട്ടിൽ പോകാനോ? അതൊന്നും ശരിയാവില്ല. ഇന്ന് നല്ല തിരക്കുണ്ട്. മാത്രമല്ല, ഇന്ന് ലോഡ് വരുന്ന ദിവസം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇന്ന് വീട്ടിൽ അതിദിവ്യനായ ഒരു സ്വാമിജി വരുന്നുണ്ട്. ദൈവത്തിന്റെ അവതാരമാണെന്നാ പറയുന്നേ. അദ്ദേഹം വരുമ്പോ നമ്മുടെ പ്രസൻസ് അവിടെ വേണമെന്ന് സുജിതേട്ടത്തേക്ക് നിർബന്ധം. നിന്റെ സുജിത്തേട്ടത്തിലെ ഒരു കാര്യം ഇടി, ഈ സ്വാമിമാരിൽ ഭൂരിഭാഗവും പക്കാ ഫ്രോഡുകളാ. പത്രത്തിലും ടി വിയിലൊക്കെ ഓരോന്ന് കാണുന്നല്ലേ. അവന്റെ കൈ ചെന്ന് പെടാതിരിക്കുന്നതാ ബുദ്ധി. പല ദിവ്യന്മാരുവേ ഗോതമ്പുണ്ടിൽ നിന്ന് ജയിലിൽ കിടക്കുക. കപട സന്യാസിയാണെന്ന് സംശയം തോന്നിയ കൈകാര്യം ചെയ്യാനോ ആള് വേണ്ടേ അവിടെ? നമുക്ക് പോവാം ഏട്ടാ. ശരി, നിന്റെ ഇഷ്ടമാണല്ലോ എന്റെ ഇഷ്ടം. പോയേക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. അതെന്താ?
സ്വാമിജി പ്രവചനങ്ങൾ തട്ടി മൂളിക്കുമ്പോഴൊക്കെ വർഷ എന്നോടൊപ്പം ഉണ്ടാവും. ഇനി നിന്ന് ഒരു നിമിഷം പോലും നീ വിട്ടുമാറി നിൽക്കരുത്. സമ്മതിച്ചോ? മനസ്സിലായി. എന്റെ വീട്ടിൽ എന്നെ ഏട്ടനെക്കാളും ആരും സ്നേഹിക്കാൻ പാടില്ല, അതല്ലേ ഉദ്ദേശം? വേട്ട, എന്റെ പുറത്തൊരു ഈച്ച പറ്റിയാൽ പോലും സഹിക്കാനാവാത്ത സ്വാർത്ഥത പാടില്ല കേട്ടോ. ആളുകളൊക്കെ വട്ടപ്പേരിട്ട് വിളിക്കും, പറഞ്ഞേക്കാം. ഇറങ്ങിയാട്ടെ തിരുമേനി. സ്വാമിജി വന്നു. ഇതാണ് വിക്രം, വർഷയുടെ ഭർത്താവ്. വലിയ ബിസിനസ്സുകാരനാ. സ്വാമിജി അവിടെ കണ്ണുകൾ അടച്ചിരിക്കുമ്പോ നീ വെറുതെ ഇത് വിക്രമാണ് ഇത് വർഷയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആള് കണ്ണു തുറന്ന് വച്ചാലല്ലേ കാണാൻ പറ്റൂ. പ്രകാശേട്ടാ വേണ്ട, വലിയ ദിവ്യജ്ഞാനമുള്ള ആളാ സ്വാമിജി. കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി വരെ വന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിച്ച ആളാ. ഇത് ദിയമോള്, വന്ദനയുടെ മകളാ സ്വാമിജി. ഇനി ഒരാളും കൂടെയുണ്ട്, ദേ ബിനുവേട്ടൻ. അറിയാം, വന്നു കയറിയവൻ. ശബ്ദമെന്ന മായാലോകത്തെ ത്യജിച്ചവൻ, ആശ്രിതൻ. സ്വാമിജി ഈ കബഡിയൊന്നും നിരത്തുന്നില്ലേ?
ഈ കബഡി നിരത്തി എന്തൊക്കെയോ പറയുന്നു ആളുകളൊക്കെ പറഞ്ഞ കേട്ടു. അപ്പോ ആ പരിപാടിയൊന്നുമില്ലേ? കവടി നിരത്തൽ ജ്യോതിഷമാണ്. തത്ര പ്രഥമം ജ്യോതിസ്വരൂപം കിഞ്ചിതുച്യതേ. പ്രശ്നമാർഗം പഠിക്കുന്നതിന് മുമ്പായി ജ്യോതിശാസ്ത്ര സ്വരൂപം അല്പം അറിഞ്ഞിരിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എനിക്ക് കവടി നിരത്തി ഫലം പറയുന്നതിലും എളുപ്പം കണ്ണുകളിൽ നോക്കി ഫലം പറയുന്നതാണ്. ഓരോരുത്തരുടെയും കണ്ണുകളിൽ കഥ പറയുന്ന മനസാക്ഷി കുടിയിരിക്കുന്നുണ്ട്. അത് സർവസത്യങ്ങളും വിളിച്ചു പറയും. അതൊരു പുതിയ അറിവാണല്ലോ സ്വാമിജി. ആ വിദ്യ എന്റെയും കൂടി ഒന്ന് പഠിപ്പിച്ച് തരുമോ? അല്ല, ഈ മനസാക്ഷി സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ലേ, അതുകൊണ്ടാ. അനന്തം അജ്ഞാതം അവർണ്ണനീയം. ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു? അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമാണ് ലോകം. സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ലോകഗോളത്തിന്റെ ഒരറ്റത്തിരിക്കുന്ന മനുഷ്യൻ കഥ എന്തറിയുന്നു? സ്വാമിജി, ഈ വീട്ടിൽ എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. എന്റെ കുഞ്ഞ് ഒരു പക്ഷേ സ്വാമിജി കുറച്ചുനാൾ മുന്നേ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടില്ലായിരുന്നു. അപമൃത്യു ഭൂമിയിലേക്ക് പിറന്നു വീഴും മുമ്പ് അത് കുഞ്ഞല്ല, വെറും ഭ്രൂണമാണ്. സ്വാമിജി, എന്റെ വയറ്റിൽ വളർന്നു വന്ന കുഞ്ഞ് എനിക്ക് ജീവനാ. ഞാനൊരു അമ്മയാവാൻ കൊതിച്ച സ്ത്രീയാ. അമ്മയ്ക്കത് നഷ്ടം തന്നെയാ. ഒരു കാലത്തും സമാധാനം കണ്ടെത്താൻ കഴിയാത്ത നഷ്ടം. തെറ്റ്. അങ്ങനെ പറയാനോ ചിന്തിക്കാനോ പാടില്ല. ആ കുഞ്ഞിന് ഭൂമിയിലേക്ക് വരാൻ സമയമായിട്ടില്ല. സമയമാകുമ്പോ അവൻ ഹരിതയിലൂടെ തന്നെ പിറവിയെടുത്തിരിക്കും. അന്നും ആ കുഞ്ഞിനെ ഇതുപോലെ നശിപ്പിക്കാൻ ആളിവിടെ തന്നെ ഉണ്ടല്ലോ സ്വാമിജി. അതെ, ഞങ്ങളുടെ കുഞ്ഞു പറക്കാതിരിക്കാൻ വിഷസഞ്ചിയും തൂക്കി നടക്കുന്നുണ്ട് ചിലരിവിടെ. പിതാവ് എന്ന ഘട്ടം ഒരാൾ താണ്ടണമെങ്കിൽ മകന്റെ കർത്തവ്യങ്ങൾ നന്നായി പൂർത്തീകരിക്കണം. പൊം നാംനോ നരകാദ്യസ്മാത് ത്രായതേ പിതരം സുതാ. പൊം എന്ന നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. ഹൃദയം തകർന്നു നിൽക്കുന്ന ഒരു അച്ഛന്റെ വേദന തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന മകന് എങ്ങനെയാണ് കുഞ്ഞെ ഒരു അച്ഛനാകാൻ കഴിയുക? പിന്നെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ നശിപ്പിക്കാൻ പത്മവ്യൂഹം ഒരുക്കിയത് ആരാണെന്ന് കാലം മറുപടി തരും. ജീവൻ തന്ന മാതാപിതാക്കളെ സഹായിക്കാത്തവൻ മകൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല.
മറ്റുള്ളവർ വിശന്ന് വലയുമ്പോഴും ധനം കയ്യിൽ വെച്ച് എൻ്റെ കയ്യിൽ ഒന്നുമില്ലേ എന്ന് പറയുന്നവൻ കള്ളനല്ല, അതിനും മുകളിൽ. ദുഷിച്ച മനസ്സുമായി പണം പണമെന്നുരുവിട്ട് നടക്കുന്നവൻ ആരായാലും എന്ത് നീചപ്രവൃത്തിയും ചെയ്ത് നിരപരാധിയെ ചതിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞു നിൽക്കുന്നവൻ ദൈവത്തിൻ്റെ വിരോധി. കേട്ടിട്ടില്ലേ, പോലീസുകാർക്ക് ഒരു സംഭവത്തെപ്പറ്റി ആദ്യ വിവരം കൊടുക്കുന്നയാളാണ് ആദ്യത്തെ സസ്പെക്റ്റ്. യഥാർത്ഥ പ്രതിയെ കിട്ടുന്നതുവരെ കുറ്റം ചെയ്തതായി സംശയിക്കുന്നത് ആദ്യം സംഭവം വിളിച്ചറിയിച്ച ആളെ തന്നെയാവും. സ്വാമിജി പറഞ്ഞു വരുന്നത് കൊലയാളി അരികിലുള്ളപ്പോഴും പലപ്പോഴും നമ്മൾ കാണില്ല.